പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ ഒരു സമാധാന ദൂതനായി അവതരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ നയതന്ത്ര നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വക ഒരു ചെറിയ ബ്രേക്ക്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റി സൂക്ഷിക്കാമെന്ന പുടിന്റെ നിർദ്ദേശം ട്രംപ് നയതന്ത്രപരമായി നിരസിച്ചിരിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം യുറേനിയം റഷ്യയിലേക്ക് മാറ്റാമെന്നായിരുന്നു പുടിന്റെ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം കുറയ്ക്കാൻ ഇതൊരു നല്ല വഴിയാണെന്ന് കാണിച്ച് ഈ ആഴ്ച ആദ്യം ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ ഈ ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം ട്രംപ് ഈ നിർദ്ദേശം പാടെ തള്ളിക്കളയുകയായിരുന്നു. ഇറാന്റെ യുറേനിയം ശേഖരം സുരക്ഷിതമാക്കുന്നതിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്നും തൽക്കാലം അതിൽ മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല എന്നുമാണ് US നിലപാട്. ഈ 450 കിലോ യുറേനിയം എന്തുകൊണ്ടാണ് ഇത്ര വലിയ ചർച്ചയാകുന്നൊരു ചോദ്യമുണ്ട്. 10-ലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമായ ഈ ശേഖരം വെറും ആഴ്ചകൾക്കുള്ളിൽ ആയുധ നിർമ്മാണത്തിന് അനുയോജ്യമായ നിലയിലേക്ക് മാറ്റാൻ കഴിയും. 2015 ആണവ കരാർ നിലവിലുണ്ടായിരുന്ന സമയത്ത് ഇറാന്റെ യുറേനിയം മുമ്പ് റഷ്യയാണ് സൂക്ഷിച്ചിരുന്നത്. ആ മുൻപരിചയവും സാങ്കേതിക തികവും വച്ചാണ് പുടിൻ വീണ്ടും ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ റഷ്യയുടെ സഹായം അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്ന പക്ഷമാണ് ട്രംപ്. അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയോ വിദേശകാര്യ നയങ്ങളിൽ പല പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇറാനിലെ സാധാരണ ജനങ്ങൾക്കും പശ്ചിമേഷ്യൻ സമാധാനത്തിനും ഇന്നുള്ള ഏറ്റവും വലിയ ഭീഷണി ഖമേനി ഭരണകൂടവും ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് IRGC തന്നെയാണ്. സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും അടിച്ചമർത്തുകയും രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഹമാസിനും നൽകി തീവ്രവാദം വളർത്തുകയും ചെയ്യുന്ന ഇവർ ഒരു ആണവായുധം കൂടി സ്വന്തമാക്കുന്നത് ലോകത്തിന് താങ്ങാനാകില്ല. ഈ യുറേനിയം ശേഖരം IRGCയുടെ കൈകളിൽ തുടരുന്നത് ഇസ്രയേലിന് മാത്രമല്ല മുഴുവൻ പശ്ചിമേഷ്യൻ മേഖലയ്ക്കും തന്നെ ഭീഷണിയാണ്. ചുരുക്കത്തിൽ ഇറാന്റെ ആണവ ശേഖരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. സംഭാഷണത്തിനിടെ ഇറാൻ വിഷയത്തിൽ ഇടപെടുന്നതിന് പകരം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന അഭിപ്രായവും ട്രംപ് പങ്കുവച്ചിരുന്നു. പുടിനുമായിട്ടുള്ള ബന്ധം വഷളാക്കാതെ തന്നെ ഇറാനിലെ ജനങ്ങളെ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന IRGCയുടെ ആണവ മോഹങ്ങളെ നേരിടാൻ അമേരിക്ക നേരിട്ട് തന്നെ രംഗത്തുണ്ടാകുമെന്നാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്.